അറിഞ്ഞ വിശേഷം വല്ലതും അറിഞ്ഞ? അല്ല, ഇതാരപ്പ കുറച്ച് കല്യാണി? അല്ല, മുറത്തി കല്യാണി. ഇത് കേളന്ന് പുത്തമ്മാളികയിലെ പെണ്ണ് പഠിക്കാൻ പോയി. ആ കൊട്ട താഴെ വെച്ചിട്ട് വർത്താനം പറ. താഴെ വെച്ചാലേ വായി വെച്ച് മുറുക്കാനൊക്കെയല്ല, മണ്ണ് വീഴും. ചുണ്ണാമ്പാ. പുത്തമ്മാളികയിലെ പെണ്ണ് പഠിക്കാൻ പോയിട്ട് എന്തായി അത് പറയും. എന്നാ പറയാനാണ്, പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്നപ്പോ ദേ പെണ്ണിന്റെ വയറ്റിൽ ഒരു കൊച്ചു. പെണ്ണറിയണ്ടേ? അതും ഇതൊക്കെ വലിച്ചു വലിച്ചിപ്പേ അറിയാണ്ട് വയറ്റി പോയതായിരിക്കും. വയറ്റിൽ പോയത് എങ്ങനെയാണെന്ന് പെണ്ണിനാടി എന്ന് ചോദിക്കണം. അവിടെ ദേ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ പെണ്ണിനെ എടുത്തിട്ട് അലക്കണം. അതോ, അത് വേണ്ടായിരുന്നട്ടാ. പണിക്കരത്തിന്റെ മകൻ തുപ്പായി പോയി. വാർത്ത നമ്പർ 2. ഓ, ഉടനെ നമ്പർ ഇട്ടാ. ഭാര്യയും 2 മക്കളും വീട്ടിലുണ്ടേ. തുപ്പായിന്ന് വന്നപ്പോ ദേ കൂട്ടത്തിലൊരു പെണ്ണ്. ചടമെടുക്ക. ദേ ആ മാതള ഇങ്ങാട്ടടപ്പാ. ഒരു ചായ ഇട്. നല്ല കടുപ്പം വേണം. പാലും പഞ്ചസാരയും വേണ്ട. അത് തേയിലന്റെ വെള്ളല്ലേ? എന്തായാലും അതിങ്ങാട് തന്നേച്ചാ മതി. ഇത് ഏത് സിനിമാ നടിയാണപ്പാ? പൂരപ്പെണ്ണാണെന്ന് തോന്നണല്ലോ. ചിന്നമ്മേനെ കൊണ്ട് അന്തോണി ഒളിച്ചോടിയിട്ട് എന്തായെന്ന് നോക്കട്ടെ. കടിഞ്ചായ പതുക്കെ എടുത്താ മതി. സൈനു, മോൾ ഇങ്ങോട്ടൊന്ന് നോക്ക്. ബാപ്പ ഇപ്പൊ വരാം. അത് ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അവിടെ നിൽക്കുന്നാല് അവിടെ നിക്കേ. അപ്പട്ടെ നിക്കാൻ പറഞ്ഞ ഇങ്ങോട്ടയ്യോ കള്ളന്മാരെ. നിങ്ങൾ ഞമ്മളെയും പറ്റിച്ചിട്ട് ഓടുകയാണല്ലേ. ഒന്ന് അതുവരെ വന്നിട്ട് ഇങ്ങ് പോകാം. പിടിവിട്ടോളൂ, ലക്ഷിക്കേണ്ടി കേട്ടോ. അത് നമ്മൾ ലക്ഷിച്ചോളാ. നിങ്ങളൊന്ന് അതുവരെ വരി. അങ്ങോട്ട് നടക്കി. അത് ശരിയല്ല കേട്ടോ. ശരിയുണ്ട്. അങ്ങോട്ട് വലിയ വളഞ്ഞ ആയരാവും കേട്ടാ. അങ്ങോട്ട് നടക്കി. ഇനി നമ്മൾ അടുത്ത കച്ചവടോ ചന്തയിലാണ്. ഒരു കാര്യം ചെയ്യാം, അതുവരെ വണ്ടി ഒന്ന് തള്ളിയാട്ടെ. തള്ളാനോ? ഞാനോ? ചായ കുടിച്ച പൈസ തന്നില്ലെങ്കിൽ നമ്മൾ നിയമം ഇതാണ്, വണ്ടി തള്ളിക്കല്. തള്ളിയാട്ടെ. ശിവ, ഞാൻ വണ്ടി തള്ളിയേ. വെറുതെ ചൂടാക്കണം തള്ളാൻ. ഇത് ചന്ദ്രശേഖരൻ തോട്ടിയാട്ടോ. തോട്ടിയും ബക്കറ്റും ഒക്കെ പറഞ്ഞ് ഞാൻ പുഴയിലേക്ക് വലിച്ചോറി. വെറുതെ ചൂടാക്കണ്ട, തള്ളി അങ്ങോട്ട്. ഇത് കോലാത്ത ആനക്കാരനെ കൊണ്ട് വണ്ടി തെളിക്കാൻ പോവേണ. എന്നെ ഒന്ന് സഹായിച്ചോളൂ കല്യാണി. ഞാൻ തള്ളണ? അല്ല, ചായ കുടിച്ച വകയില് മമ്മൂക്കയ്ക്ക് അസാരം കടമുണ്ട്. അത് കൊടുക്കാൻ കോലൊത്ത പടിപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. അതിന് പകരം വണ്ടി തള്ള അത്രേ. എന്തുണ്ട് കടം? പറഞ്ഞോളൂ മമ്മൂക്ക, എത്രയാണെച്ചാ പറഞ്ഞോളൂ. 1 2 4 ഉറുപ്പ്യ. ശരിയാ കല്യാണി, മമ്മൂക്ക സത്യമുള്ളവനാ. രൂപ എടുത്ത് പടിപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെയാണോ? നേരാ കല്യാണി. ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്ക. എങ്കി ഇപ്പൊ രൂപ ഞാൻ കൊടുക്കാം. കോലാത്ത് വരുമ്പോ എടുത്ത് തന്നെ. നിങ്ങൾക്ക് ഈ കസേരയിലാട്ട് കയറി ഇരിക്കാൻ മേലെ? എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിന്നാലിരിക്കണ. എടീ, തിന്നേലിരുന്ന് തിന്നാലേ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോൾ അങ്ങനെ ശീലിച്ചു പോയി. എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയ എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി. അതവിടെ കിടന്നോട്ടെ. എന്നെങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ. ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. സാറേ. സാറാ? അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും, കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മകനെ. എല്ലാം ഇതിലുണ്ടച്ചാ. കോട്ടയമേ ഭഗവാനെ, നിമ്മേണ്ടൻ രൂപക്ക് പുസ്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ? എടോ ഉളുന്താനെ, എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി. അതൊക്കെ മടക്കി വെച്ചിട്ട് വാ, പുറത്താട്ടൊന്ന് പോണം. എനിക്ക് ഉളുന്താനുള്ള വിളി കേൾക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്ത് നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ
രൂപാമുടക്കുള്ളതാണ്. തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തേൽ ഇത് കെട്ടണത് ഇങ്ങനെയാണാടോ. ആ എങ്കി എല്ലാം നല്ലപോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ. ഇല്ലെങ്കി കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്, അറിയായ? ആ കെട്ടിക്കൊണ്ട് വന്നു. എടുത്തുകേ എനിക്ക് പോണം, നിക്കാൻ നേരമില്ലെന്ന്. എടുത്തുകേ. കല്യാണി, നീ എന്താ ഈ പറയണത്? ഞാൻ എടുത്താ നീ പൊങ്ങുവോ? ദേ കല്യാണിയുടെ അടുത്ത് വെളച്ചിലെടുക്കരുത് കേട്ടാ. മമ്മൂക്ക വണ്ടി തെളിക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത കാശെടുക്കാനാ പറഞ്ഞത്. ഇനി സത്യം പറയാലോ, അതിനു വേണ്ടി കല്യാണി വന്നിങ്ങനെ കാത്തു വെക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൈ കാശില്ലേ, അതാ കൊടുക്കാണ്ടിരുന്നത്. ആ നല്ല ചതിവായി പോയല്ലേ. കക്ക മേടിക്കാനുള്ള കാശാ. വാസ്തവം. നാണമില്ലാണ്ട് പറയണത് കേട്ടാ. കോലാത്ത വലിയ ആനക്കാരനാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. കോലോത്തിന്റെ മഹത്വം ഒക്കെ പോയില്ലേ കല്യാണിയെ? കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിറ്റു, അറിയില്ലേ കക്ഷിയെ? ഓ അറിയാം. ഇങ്ങനെ തെറി പറയണ ഒരു മുതലാളി, പച്ചത്തെറി. ഒരുത്തൻ ഉടുത്തെരിങ്ങി വാലുപോലെ പറയാൻ നടപ്പുണ്ട്. അത് കാര്യസ്ഥനാ, ബാലകൃഷ്ണ മേനവൻ, ബിഎക്കാരനാത്രേ. ആരായിട്ട് എന്താ പുണ്യം? തെറി കേട്ടത് വെടക്കായിപ്പോയി. മനുഷ്യൻ ഇങ്ങനെയും തെറി പറയുവാ? പണ്ട് ചെത്തുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരൻ. എന്ത് പറയാലോ, ആരാ ചോദിക്കാൻ? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിറ്റപ്പോ വെള്ളം ഇറങ്ങിയ എല്ലാവർക്കും. ഇത് പൊതുസ്വത്തായിരുന്നല്ലോ തറവാട്. അവകാശികളിൽ കുറെ പേര് മലേഷ്യയില്, കുറെ പേര് കൽക്കട്ടയില്, കുറെ പേര് ബോംബെയില്. അവർക്കൊക്കെ അവിടെ പേരും അയക്കണമെന്ന് കൂട്ടിക്കോളൂ. പിന്നെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാരും കൂടി ഒന്നിച്ച് നിങ്ങളുടെ വിറ്റു. ആ തമ്പുരാട്ടിമാർക്ക് പോക്കടം ഇല്ലാത്തത് കൊണ്ട് അതുങ്ങളുടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ? വിറ്റിട്ട് എങ്ങടാ പോവുക? അവരുടെ ഓഹരി 2 മുറികളുണ്ട്, അത് വിറ്റില്ല. അവരവിടെ കൂടി. അവർക്കൊരു സഹായത്തിന് ഞാനും. അതേതായാലും നന്നായി പോയി. സഹായത്തിന് കിട്ടിയ ആള് കൊള്ളാം. ഫസ്റ്റ്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കും അറിയാം. ആരും ഇല്ലാത്ത ഈ തമ്പ്രാട്ടിമാർക്ക് ഞാനും കൂടി ഇല്ലാണ്ടായാലും എങ്ങനെയാ? മനോരമ തമ്പ്രാട്ടിയാണെച്ചാ അന്നത്തെ ആ തൊഴി കൊണ്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല. ആ കൊച്ചമ്പ്രാട്ടിക്കാണെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. എല്ലാം ചത്തും കെട്ടും തീർന്നു. ഞാനെങ്കിലും വേണ്ടേ? പാവം, പലയിടത്തും പോയൊരു കല്യാണവും കഴിച്ച് അച്ഛനെയും പൊറപ്പിച്ച് കഴിയേണ്ട ഒരു മനുഷ്യനെ. അല്ല, കല്യാണത്തിന്റെ കാര്യത്തില് കല്യാണിയുടെ കാര്യവും കണക്കാ. കല്യാണി ഓർമ്മിച്ചില്ലല്ലോ ആ കാര്യം. ഞാൻ ഓർമ്മിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ല കല്യാണി, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ ഈ കല്യാണിക്ക് വിഷമമൊന്നും തോന്നാറില്ലേ? പിന്നെ തോന്നാണ്ട് വരുവാ. ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ പൊറുതി കെടുമ്പോ ഞാൻ ഇമ്മിനെ കക്ക വാരിയിട്ട് അങ്ങാട്ട് നീറ്റും. അതിന്റെ ആ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോ ഇമ്മിന് സമാധാനമൊക്കെ തോന്നും. ആ, കല്യാണിക്ക് നീറ്റാൻ കക്കയെങ്കിലും ഉണ്ട്. എനിക്ക് നീറ്റാൻ ഈ മനസ്സ് മാത്രമേ ഉള്ളൂ. എടോ, ഓ സാറേ, എന്തോ? ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ? ഹായ്, നല്ല കഥ. ഒവ്വ, എങ്കി പറ. മുതലാളി വിലയ്ക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ്. മറ്റിടത്തെ തേങ്ങ. ഓ, ഓ, ഓ. എടോ, എന്റെ അച്ഛന്റെ ചോര കുടിച്ചതെങ്ങാണ്. ഏതേ അവിടെയാണ് അച്ഛന്റെ തല കിടന്നത്. കണ്ണും വീഴ്ചണ്ട്. കണ്ണോ? അല്ല, ഓട്. ആ, അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു. ഇന്നോ മേന്തെങ്ങ്, ചില്ലിത്തെങ്ങ്. ഒവ്വ. എന്തേ? ഒവ്വ. ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. പാടൂ നാളെ. ആ, അന്തി ഏതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി.
വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. എന്നാ ചെയ്താലും കൊള്ളാം. കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ ഈശ്വരാ. ഓ മീൻ എന്നതാണ്? കണമ്പും കരിമീനുമാണ് മുതലാളി. അത് സർക്കാർ ഓഫീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ. പാവങ്ങൾക്ക് എന്നാങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തിയൊന്നും കിട്ടുകയല്ലേ? ഇന്നൊന്നും വന്നില്ല. എരിവ് പോരല്ലാടോ. കറി കൂട്ടിയ ആന്തണം, എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാവുള്ളതായിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കണവരുടെ അല്ലേ. കള്ളി എന്ന് തണുപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാ? ഈ കള്ളില് വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളില് വെള്ളം ഒഴിച്ചു ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുക. ആഹാ, ഈ കള്ളില് വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. പാടോ സാറേ. ആ എന്ത് കുപ്പി ഇവിടെ വെക്കായിരുന്നു? ഞാൻ ബാഗ് എടുക്കാൻ ഞാൻ ഇവിടെ